അപ്പോൾ നമുക്കിന്ന് ഒരു പൂ ഉണ്ടാക്കിയെടുക്കാം. ഈ കാണുന്ന 3 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പൂ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. അപ്പോൾ നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുക്കാം, 3 ടിഷ്യൂ പേപ്പർ എടുക്കാം. അതിനെ നടുവേ കട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു മടക്കിൽ വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ 3 ടിഷ്യൂ പേപ്പർ നമ്മൾ നടുവേ കട്ട് ചെയ്ത് അതിനെ നിവർത്തി ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് നമ്മളിതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ടിഷ്യൂ പേപ്പർ നിരത്തി വെച്ചതിന് നമുക്ക് ഉള്ളിലേക്കും പുറകിലേക്ക് അതേ രീതിയിൽ ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണിച്ച പോലെ ചെയ്തെടുക്കാം കേട്ടോ. അത് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നടുവിൽ വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡോ അതല്ല എങ്കിൽ നമുക്ക് നൂല് വെച്ചോ കെട്ടി കൊടുക്കാവുന്നതാണ്. റബ്ബർ ബാൻഡിനേക്കാൾ ഞാൻ നൂല് വെച്ച് കെട്ടി കൊടുക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത്. അപ്പോൾ നമുക്ക് അത് നൂല് വെച്ചിട്ട് കെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊരു പൂവിൻ്റെ ഇതളിൻ്റെ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ സൈഡ് ഇതേപോലെ കാണിച്ചേക്കുന്നത് പോലെ വെട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് 2 സൈഡും ഇങ്ങനെ വെട്ടിയെടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് അതിനെ നിവർത്തിയെടുക്കുമ്പോൾ നമുക്ക് കാണാം നല്ലൊരു പൂവിൻ്റെ ഇതളുകളായിട്ടത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ലൊരു പൂവാക്കി എടുക്കണ്ടേ. അപ്പോൾ നമുക്ക് അതിലത്തെ ഓരോ ടിഷ്യൂസും ഓരോന്നായിട്ട് നമുക്ക് ഇതിൽ വീഡിയോയിൽ കാണിച്ചേക്കണ പോലെ പൊക്കി എടുക്കുക. നമുക്ക് കുറച്ച് ഒന്ന് സൂക്ഷിച്ച് ചെയ്യുക. പെട്ടെന്ന് ടിഷ്യൂ പേപ്പറാണ്, ചിലപ്പോൾ പെട്ടെന്ന് കയറിപ്പോവും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് അതിനെ ഓരോ ടിഷ്യൂ പേപ്പേഴ്സും ഓരോന്നായിട്ട് നമുക്ക് അതിൽ നിന്നും മാറ്റിയെടുക്കാം. അപ്പോൾ അങ്ങനെ മാറ്റി മുകളിലേക്ക് എടുത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു പൂവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ പൂവ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പൂവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.